അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട് ഏകദേശം ഒരു മാസത്തിന് മേളിലായി. അതെ. അപ്പോൾ അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തന്നെ 30 ദിവസം 31ാമത്തെ ദിവസമാണ്. അപ്പോൾ ആ പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു സൂചന, അതായത് അതിൻ്റെ ഇന്ധനം സപ്ലൈ ചെയ്യുന്ന വാൽവ് അത് മാറിക്കിടക്കുന്നു, അല്ലെങ്കിൽ അത് ഓഫായി കട്ട് ഓഫിൻ്റെ ഇതിലാണ് കിടക്കുന്നത്, അതാവാം എൻജിൻ സ്റ്റക്കായി പോകാനുള്ള കാരണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിൽ എന്തൊക്കെയോ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. എന്തൊക്കെ ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, ഞെട്ടിക്കുന്നൊരു വാർത്ത. തീർച്ചയായിട്ടും. അതായത് ഈ പൈലറ്റ് തന്നെയാണ് ഇത് സ്വിച്ച് ഓഫ് ചെയ്തതെന്നുള്ള ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം അത് മറ്റ് അല്ലാത്ത വിധത്തിൽ അത് ഊരാൻ കഴിയില്ല എന്നാണ് ഇതിൻ്റെ വിദഗ്ധർ, വ്യോമയാന വിദഗ്ധരൊക്കെ അവകാശപ്പെടുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്ലഗ് സംവിധാനം ഒരു പൈലറ്റിന് മാത്രമേ അത് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അല്ലെങ്കിൽ അത് തനിയെ ഓഫാവുന്നൊരു സിസ്റ്റം ആണെങ്കിൽ ഇത് വലിയ അപകടം സൃഷ്ടിക്കും. അതുകൊണ്ട് ഒരു വിമാനത്തിലുള്ള ഇത്തരത്തിലുള്ള സ്വിച്ചുകൾ, അതായത് ഫ്യൂവൽ സ്വിച്ച് ഒരിക്കലും പൈലറ്റിനല്ലാതെ മറ്റാർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് സഹ പൈലറ്റ് ഇത് കണ്ടിട്ട് വെപ്രാളപ്പെട്ട് വിമാനം നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോഴും ഈ സുമിത് എന്ന് പറഞ്ഞ പ്രധാന പൈലറ്റ് നിശബ്ദനായി ഇരുന്നു എന്നാണ് പറയുന്നത്. സഹ പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിൽ പൈലറ്റ് പണി ഒപ്പിച്ചെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ അന്വേഷണ ഏജൻസി ഇത് നിഷേധിക്കുകയാണ്. അതായത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം ക്യാപ്റ്റൻ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയതെന്നാണ് US മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ട്. ഇതിന് പിന്നാലെ പലവിധ തിയറികൾ വിദേശ മാധ്യമങ്ങളിൽ എത്തുന്നുണ്ട്. കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖ പ്രകാരം ഇന്ധനം എത്തുന്ന സ്വിച്ചുകൾ ഓഫാക്കിയത് ക്യാപ്റ്റനാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുമാത്രമല്ല, ഈ സഹ പൈലറ്റാണ് ഇത് പ്രശ്നം വന്നപ്പോൾ മെയ്ഡേ എന്ന് 3 തവണ ആവർത്തിച്ച് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇനി പൈലറ്റിന് എന്താണ് സംഭവിച്ചത്, പൈലറ്റിന് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ, കാരണം അയാളുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണോ ഇതിന് പിന്നിലേക്ക് നയിച്ചത് എന്നുള്ളത്. കാരണം അല്ലാതെ പൈലറ്റ് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അപകടത്തിൽപ്പെടുമെന്ന് പൈലറ്റിന് വളരെ വ്യക്തമായി അറിയാം. പിന്നെ എന്തുകൊണ്ട് അയാൾ അത് ചെയ്തു എന്നുള്ളതാണ് എല്ലാവരെയും അതിശയപ്പെടുത്തുന്നത്. കാരണം ഇത്രയും പേരുടെ സ്വന്തമായി ഇപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്രയും പേരുടെ മരണത്തിനിടയാക്കിക്കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യില്ല. അയാൾ സ്വന്തമായി അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യുകയുള്ളൂ. പക്ഷേ ഇത് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഇനി അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതൊക്കെ അന്വേഷിക്കേണ്ട വസ്തുതകളാണ്. ഏതായാലും അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതായത് ഈ നമ്മൾ പൈലറ്റുമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അവർ സബ്മിറ്റ് ചെയ്യണം. അവരുടെ മാനസിക നില പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഈ 2 പേരുടെയും മാനസിക നിലയും അവരുടെ ശാരീരിക അവസ്ഥയും ഒക്കെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നൊരു വാർത്തയും കൂടെ ഉണ്ട്. പക്ഷേ അതിലൊന്നും കിട്ടാത്ത വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഈ ഒറിജിനൽ ക്യാപ്റ്റന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവസ്ഥ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിമാനം പറത്തിയത് സഹ പൈലറ്റാണ്, ടേക്ക് ഓഫ് ചെയ്തത് സഹ പൈലറ്റാണ്. ക്യാപ്റ്റൻ സൈഡിൽ മാറിയിരിക്കുകയാണ്. പിന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണമാണ് അതിനകത്ത് റെക്കോർഡായത്. എന്തിനാണത് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നത് സഹ പൈലറ്റാണ് ചോദിക്കുന്നത് എന്തിനാണത് ഓഫ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നത്. പിന്നീടുള്ള ഒന്നും അതിനകത്ത് റെക്കോർഡുമല്ല. അതായത് ഈ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തതിന് പ്രധാന പൈലറ്റ് സുമീത് അഗർവാൾ ആണെന്നുള്ളതിൻ്റെ സുമീത് സബർവാൾ എന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ സഹ പൈലറ്റ് വെപ്രാളപ്പെട്ട് വിമാനം നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോഴൊന്നും ഇയാൾ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. കാരണം അത് വളരെ വ്യക്തമായി ഇവർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹ പൈലറ്റ് വിമാനത്തെ ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിൽ പൈലറ്റ് പണി ഒപ്പിച്ചെന്നാണ് മാധ്യമങ്ങളടക്കം പറയുന്നത്. ഏതായാലും ഇത് ഇത്തരത്തിലുള്ള നിഗമനത്തിലെത്താൻ സമയമായിട്ടില്ലെന്നും പറയുന്നുണ്ട്. കാരണം അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ പൂർണ്ണമായ അന്വേഷണം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വിശദമായ റിപ്പോർട്ട് പറയാൻ കഴിയൂ. കാരണം ഇതിപ്പോൾ നമുക്ക് CCTV ദൃശ്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ നിന്ന് കിട്ടിയ ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ശബ്ദം റെക്കോർഡ് ചെയ്തതിൽ നിന്നൊക്കെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ അപകടത്തിൽപ്പെട്ട ബോയിങ് 787 ഡ്രീംലൈനർ വിമാനം പറത്തിയ ഫസ്റ്റ് ഓഫീസർ ടേക്ക് ഓഫിന് പിന്നാലെ സ്വിച്ചുകൾ എന്തിനാണ് ഓഫാക്കിയതെന്ന് ചോദിക്കുന്നതിൻ്റെ റെക്കോർഡുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫീസർ ആദ്യം ആശ്ചര്യവും പിന്നീട് ഭയവും പ്രകടിപ്പിക്കുമ്പോൾ ക്യാപ്റ്റൻ ശാന്തനായി തുടർന്നതാണ് ശബ്ദരേഖ വ്യക്തമാണ്. കാരണം അയാളിൽ നിന്ന് മറുപടി ലഭിക്കുന്നില്ല. അതെ. അപ്പോൾ റിപ്പോർട്ടിനോട് വ്യോമയാന മന്ത്രാലയമോ ബോയിങ് എയർ ഇന്ത്യയോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ സുമീത് സബർവാളിന് 15,638 മണിക്കൂർ വിമാനം പറത്തിയതിൻ്റെ റെക്കോർഡുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും മണിക്കൂർ ഇത് പറത്തിയപ്പോഴൊന്നും ഇയാൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതിനു മുമ്പോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്തു എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രണ്ടാമത്തെ പൈലറ്റിന് 3,403 മണിക്കൂർ പറത്തിയും പരിചയമുണ്ട്. കുന്തറാണ് വിമാനം പറത്തിയിരുന്നത്.
അപ്പോൾ വിമാനം റൺവേയിൽ നിന്ന് പറന്നു കയറുന്നതിന് പിന്നാലെ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള വിമാനത്തിലെ ക്യാപ്റ്റനോട് ഫസ്റ്റ് ഓഫീസറാണ് എന്തുകൊണ്ടാണ് താങ്കൾ ഫ്യൂവൽ സ്വിച്ച് ഓഫ് കട്ട് ചെയ്തതെന്നുള്ള ചോദ്യം ചോദിച്ചതെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രാഥമിക വിവരം മാത്രം ചൂണ്ടിക്കാട്ടി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റിൻ്റെ പിഴവെന്ന് വരുത്തി തീർക്കാനാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രമം നടക്കുന്നത്. ക്യാപ്റ്റന് മുമ്പ് വിഷാദരോഗം പോലുള്ള മാനസികാവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അത് ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അയാൾക്ക് ഈ ഒരുതരം വിഷാദരോഗം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നാലെ മറ്റ് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇതേ വിവരങ്ങൾ വന്നു. പരിമിതമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് നിരുത്തരവാദപരമാണെന്ന് മാധ്യമ റിപ്പോർട്ടിനെ തള്ളി എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ബ്യൂറോ പറഞ്ഞു. അന്വേഷണത്തിൻ്റെ സമഗ്രതയെ ഇത്തരം വാദങ്ങൾ ദുർബലപ്പെടുത്തും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് പൈലറ്റുമാരുടെ അന്താരാഷ്ട്ര സംഘടനയും അഭ്യർത്ഥിച്ചിരുന്നു. അതുമാത്രമല്ല, ഇവർക്കിപ്പം ശാരീരികമായ പരിശോധനകൾ ഈ പൈലറ്റുമാർക്ക് നടത്തുന്നുണ്ട്. പക്ഷേ അതുപോലെ മാനസികമായ പരിശോധനകൾ കൂടി വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ശാരീരികമായ ഒരു അവസ്ഥയേക്കാൾ കൂടുതലാണ് മാനസികമായ പ്രശ്നങ്ങളുള്ളവർക്ക്. കാരണം അത് അപകടത്തിൽ വരെ, ശാരീരികമാണെങ്കിൽ ഇപ്പോൾ സഹ പൈലറ്റുണ്ട്, ഒരാൾക്കൊരു ദേഹാസ്വാസ്ഥ്യം വന്നാൽ മറ്റേ ആൾക്കത് ഡീൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാൾ നമ്മുടെ ഒരു റിപ്പോർട്ടറായി വന്നു, ഞാൻ പേര് പറയുന്നില്ല, പുള്ളി ഇതുപോലെ വിമാനത്തിൽ പൈലറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം ഓരോ 3 മാസത്തിനിടയ്ക്ക് പരിശോധന ഉണ്ട്. അപ്പോൾ കേൾവി സംബന്ധമായ ഒരു പ്രശ്നത്തെ തുടർന്ന് പുള്ളിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ എയർപോർട്ടിൽ മറ്റ് ജോലി നൽകാമെന്ന് പറഞ്ഞെങ്കിലും അയാൾ ഈ മാധ്യമരംഗത്തോടുള്ള ഒരു ഇത് മൂലമാണ് ഇതിലേക്ക് വന്നത്. ഇപ്പോൾ അയാൾ ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ശാരീരിക പരിശോധനകൾക്കപ്പുറം മാനസികമായ പരിശോധനകൾ കൂടി വളരെ അത്യാവശ്യമായി നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഇത് ആകാശത്തിലൂടെ പറത്തുന്നതാണ്. ഇപ്പോൾ മറ്റൊരു വാഹനം പോലെയല്ല, ഇത്രയധികം പേരെയും കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ പൈലറ്റുമാരെ സംശയനിഴലിലാക്കുന്ന വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിനെതിരെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ശക്തമായ നിലപാടാണ് എടുക്കുന്നത്. വിമാനാപകടത്തെ സംബന്ധിച്ച് നിഗമനങ്ങളിലേക്ക് എത്താൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തുടർച്ചയായി ശ്രമിക്കുന്നുവെന്നാണ് വിമർശനം. വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പ്രത്യേക താൽപ്പര്യത്തോടെ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ നൽകുന്ന ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കെതിരെയാണ് പ്രസ്താവനയെന്നും ഇത് വ്യക്തമാക്കുന്നു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ വരുന്ന ഇത്തരം റിപ്പോർട്ടുകൾ നിരുത്തരവാദപരമെന്നും AIB അഭിപ്രായപ്പെട്ടു. വിമാനാപകടത്തിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല. പ്രാഥമിക റിപ്പോർട്ട് എന്താണ് സംഭവിച്ചതെന്ന് മാത്രമാണ് പറയുന്നത്. അന്തിമമായ നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയില്ലെന്നും യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാക്കുന്ന അന്തിമ റിപ്പോർട്ട് പുറത്തു വരുമെന്നും അതുവരെ എല്ലാവരും കാത്തിരിക്കണമെന്നുമാണ് ഈ ബ്യൂറോ വ്യക്തമാക്കുന്നത്. AIBയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ വിമർശിച്ച് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു. വിമാനത്തിൻ്റെ എഞ്ചിൻ സ്വമേധയാ ഷട്ട് ഡൗൺ ആവാൻ സാധ്യതയുള്ള 2 സാങ്കേതിക കാരണങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ പരിഗണിച്ചില്ലെന്നും FIB ആരോപിക്കുന്നു. വിഷയത്തിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണമെന്നുമാണ് ആവശ്യം. അതിനിടെ ദുരന്തത്തിന് തൊട്ടു മുൻപുള്ള യാത്രയിലും ഈ വിമാനത്തിൽ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന വാർത്ത പുറത്തു വന്നു. ലണ്ടനിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ട് മുമ്പ് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പറക്കുമ്പോൾ യാത്രക്കാരനായിരുന്ന മറ്റൊരു പൈലറ്റ് ഈ തകരാർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അഹമ്മദാബാദിൽ ഇറങ്ങിയ ശേഷം ബോയിങ്ങിൻ്റെ പ്രശ്നപരിഹാര രീതി അനുസരിച്ച് വിദഗ്ധർ എത്തി വിശദമായി പരിശോധിച്ചിരുന്നെന്നും ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് എയർ ഇന്ത്യയൊക്കെ ഇക്കാര്യത്തിലൊക്കെ വലിയ അലംഭാവം കാണിക്കുന്നുണ്ട്. അതിലൊക്കെ മാറ്റം വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ജീവനുകളാണ് പൊലിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.